ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് ചെയ്യൽ നിർബന്ധമുള്ളത്. കൂടുതൽ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ ചെയ്യുന്നത് ഖൈറാണ്, പുണ്യകരമാണ് എന്നൊക്കെ നമുക്കറിയാം. ആദ്യം ഇൻഷാ അല്ലാഹ് ഉംറയുടെ രൂപമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉംറ ഏത് കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഉംറയ്ക്ക് പ്രത്യേക കാലമില്ല, സമയമില്ല. ഏത് കാലത്തും ചെയ്യാവുന്ന ഒന്നാണ് ഉംറ. പക്ഷെ ആ ഉംറയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് മറ്റു പല കർമ്മങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നോ എവിടെ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന, അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് വെച്ചായിരിക്കണം അത് പ്രഖ്യാപിക്കുന്നത്. അതിനാണ് മീഖാത്തുകൾ എന്ന് പറയുക. മീഖാത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതില് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ അവര് ജിദ്ദയിൽ ചെന്ന് വിമാനം ഇറങ്ങിക്കൊണ്ട് പോകുന്ന ഏതൊരാളും ഇപ്പോൾ നമ്മുടെ മീഖാത്ത് എന്ന് പറയുന്നത് ആ ജിദ്ദയിൽ ഇറങ്ങുന്നതിന്റെ ഏകദേശം ഒരു 20 മിനിറ്റ് മുമ്പ് വിമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് സൗദി എയർലൈൻസിന്റെ വിമാനമൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയിപ്പ് കിട്ടും. ഇത് മീഖാത്തിലേക്ക് എത്താൻ പോകുന്നു, ഇനി 6 മിനിറ്റ്, 4 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ് എന്നിങ്ങനെ ഡിസ്പ്ലേ കാണിക്കുകയും അതേപോലെ തന്നെ അനൗൺസ്മെന്റും ഉണ്ടാകും. ആ മീഖാത്തിന്റെ പേരാണ് കർണുൽ മനാസിൽ. കർണുൽ മനാസിൽ. ഇന്ന് അതിന്റെ പേര് സൈലുൽ കബീർ എന്നാണ്. സൈലുൽ കബീർ. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും പഴയ ഏതെങ്കിലും ഹജ്ജിന്റെ മനാസിക് പുസ്തകങ്ങൾ വായിക്കുന്നുവെങ്കിൽ അതിലൊരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്ത്യക്കാരുടെ മീഖാത്ത് യലംലം എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ടാവും. ഇന്ത്യക്കാരുടെ മീഖാത്ത് യലംലം. പക്ഷെ അത് പഴയ കാലത്ത് കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മീഖാത്താണ് ലഭിക്കുക, യലംലം എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ യമൻ പ്രദേശത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നിശ്ചയിച്ച മീഖാത്താണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഴയ ഹാജിമാരൊക്കെ കപ്പലിലൂടെ ഹജ്ജിന് പോയിട്ടുണ്ടാകും. ആ സമയത്ത് യലംലമിന്റെ ഭാഗത്തിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇന്നതല്ല. ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൽ നിന്നായിരുന്നാലും വിമാനമാർഗം പോകുമ്പോൾ സൈലുൽ കബീർ എന്നുള്ള ആ മീഖാത്തിലേക്കാണ് നമ്മൾ എത്തുക. സൈലുൽ കബീർ. ഇന്നതിന് കർണുൽ മനാസിൽ എന്നാണ് പറയുക. കർണുൽ മനാസിൽ. അത് ഏകദേശം ത്വായിഫിന്റെ ആ ഒരു പ്രാന്ത പ്രദേശങ്ങളിലാണ് ആ മീഖാത്തുള്ളത്. ത്വായിഫ് മക്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീഖാത്തും അതാണ്. മക്കയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീഖാത്ത് കർണുൽ മനാസിൽ എന്നുള്ള ആ മീഖാത്താണ്. ഏകദേശം ജിദ്ദയിൽ നിന്ന് നമ്മൾ ജിദ്ദ മാർഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ജിദ്ദയിൽ വിമാനം ഇറങ്ങുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിമാനത്തിൽ വെച്ചായിരിക്കണം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇനി അതല്ല, മദീന വഴിയാണെങ്കിൽ വേറെ മീഖാത്ത് ഉണ്ടായിരിക്കും. മദീനക്കാരുടെ മീഖാത്ത് നേരത്തെ ഞാൻ എന്റെ ചെറിയ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. മദീനക്കാരുടെ മീഖാത്ത് ദുൽഹുലൈഫ. ദുൽഹുലൈഫ എന്നുള്ള മീഖാത്തിന്റെ പേര് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ദുൽഹുലൈഫ. ഇന്ന് അബിയാർ അലി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അബിയാർ അലി അല്ലെങ്കിൽ ബീർ അലി എന്നൊക്കെ അതിന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പക്ഷേ ആദ്യം മക്കയിലേക്ക് ചെന്ന് ഉംറയൊക്കെ ചെയ്ത് പിന്നെ മദീനത്തേക്ക് പോകും. മദീനത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ, മക്കയിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക ദുൽഹുലൈഫയിൽ നിന്നായിരിക്കും. പിന്നെ വേറെ ഷാമുകാരുടെ മീഖാത്ത് എന്ന് പറയുന്ന ഷാം പ്രദേശത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീഖാത്തുണ്ട്. അതാണ് ജുഹഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജുഹഫ. അതുപോലെ തന്നെ ഇറാഖിന്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീഖാത്ത് ഇറാഖ് ഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള മീഖാത്ത്. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മൾ വിശദമായി കൊണ്ടൊരു ഹജ്ജിന്റെ കാര്യങ്ങൾ അത്തരത്തിലൂടെ നമ്മൾ പോകേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ മീഖാത്ത് ഏതായിരിക്കും? കർണുൽ മനാസിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മീഖാത്തിൽ എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാള് ഇവിടെ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ, അതല്ല കൊച്ചി എയർപോർട്ടിൽ നിന്നാണോ, ഇനി അതല്ല കോഴിക്കോട് നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും, നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ
പിന്നെ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നഖം വെട്ടാൻ പാടില്ല, മീശ ചെറുതാക്കാൻ പാടില്ല, ശരീരഭാഗത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രോഗങ്ങൾ, അതൊന്നും ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട അവസരമായിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്തു പോകും. കാരണം ഹജ്ജിന്റെ ഉംറയുടെ സമയത്ത് മാത്രമല്ല നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. 40 ദിവസത്തിനേക്കാൾ കൂടാൻ പാടില്ല. കക്ഷരോഗങ്ങളും മറ്റു ശരീരത്തിലെ ഒഴിവാക്കേണ്ട രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ 40 ദിവസത്തിന്റെ അതിനേക്കാൾ നീട്ടാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതൊക്കെ നേരത്തെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇഹ്റാമിന് എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത്, ഇഹ്റാമിന് വേണ്ടി നമ്മൾ കുളിക്കണം. ഇഹ്റാമിന് വേണ്ടി നമ്മൾ കുളിച്ചുകൊണ്ടായിരിക്കണം ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, നിങ്ങൾക്ക് ഒരു പക്ഷേ മെയ് 10-ാം തീയതിയാണ് നിങ്ങളുടെ ഹജ്ജ് യാത്ര, ഗവൺമെന്റിലൂടെ പോകുന്ന ആളുകൾക്ക് 10-ാം തീയതിയാണ് നിങ്ങൾ ഹജ്ജ് യാത്ര എങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ 9-ാം തീയതി ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇഹ്റാമിൽ നിങ്ങൾക്ക് കുളിക്കാം. കാരണം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ആ കർമ്മം, നമ്മുടെ മനസ്സ് എന്താണോ അതിന് ഉണ്ടാകേണ്ടത്, അതിനാണ് നിയ്യത്ത് എന്ന് പറയും. അപ്പൊ നമ്മൾ കുളിക്കുക. പൂർണ്ണമായ രൂപത്തിലുള്ള കുളി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നു ഉണ്ടാക്കുക, എന്നിട്ട് ശരീരത്തിന്റെ തലയിലും വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഒക്കെ വെള്ളം ഒഴിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സോപ്പോ അല്ലെങ്കിൽ മറ്റ് ഷാമ്പു പോലുള്ളത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അഴുക്കെല്ലാം തന്നെ പൂർണ്ണമായും നീങ്ങുന്ന വിധത്തിലുള്ള കുളി, അത്രയേ ഉള്ളൂ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി. അപ്പൊ ഇഹ്റാമിന് എന്നുള്ള നിയ്യത്തോടു കൂടി കുളിക്കുക. അത് എവിടുന്നാണ് ഉള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വെച്ച് തന്നെ കുളിക്കാം. ആ സുന്നത്ത് നിങ്ങൾക്ക് കിട്ടി. കുളിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ മാത്രം, ശരീരത്തിൽ മാത്രം, പുരുഷന്മാർ ശരീരത്തിലൊക്കെ സുഗന്ധം ഉപയോഗിക്കുക. അപ്പൊ പുരുഷന്മാർക്കുള്ള രണ്ടാമത്തെ സുന്നത്ത് അതാണ്. ഇഹ്റാമിന് വേണ്ടി കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക. സ്ത്രീകൾക്ക് അങ്ങനെ സ്മെല്ലുള്ള സുഗന്ധം ഒരു സമയത്തും തന്റെ ഭർത്താക്കളുടെ അടുത്തേക്ക് അവര് ശയ്യയിൽ ഉറങ്ങുന്ന അതുപോലുള്ള സമയങ്ങൾ ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ അവർക്ക് സുഗന്ധം ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. അപ്പൊ അത് ക്ലിയറാണ്. നമുക്ക് റൂമിൽ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ കുളിച്ച് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് ഇഹ്റാമിന്റെ വസ്ത്രമാണ്. ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 2 കഷ്ണം തുണി, 2 കഷ്ണം തുണി, ഒന്ന് ഉടുക്കുക, മറ്റൊന്ന് പുതക്കുക. അതാണ് ആ സമയത്ത്, അതായത് ഇഹ്റാമിന്റെ തുടക്കത്തിൽ വേണ്ടത്. നമ്മൾ ഒന്ന് ഉടുക്കുക, മറ്റൊന്ന് പുതക്കുക. പക്ഷെ അത് നമ്മൾ ഇവിടെ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലൂടെയാണ് ഒരാൾ പോകുന്നത് എങ്കിൽ ഇവിടെ തന്നെ ഡ്രസ്സ് മാറിക്കൊള്ളണമെന്നില്ല. ഇവിടുത്തെ ഡ്രസ്സ് മാറ്റേണ്ടതില്ല. നിങ്ങൾക്ക് ഇഹ്റാമിന്റെ കുളി കുളിക്കുക, സാധാരണ ഡ്രസ്സിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറാം. പാന്റോ ഷർട്ടോ അതല്ല തൊപ്പിയോ മറ്റ് എന്തൊക്കെയാണ് അടിവസ്ത്രങ്ങൾ ധരിക്കാറുണ്ടോ അതൊക്കെയും ചെയ്യാം. അതൊന്നും ഒരു വിരോധമില്ല. നമ്മൾ ഇഹ്റാമിലായിട്ടില്ല. ഇഹ്റാമിലാകുന്നത് എവിടെ നിന്നാകണം? ഈ കാത്തിൽ വെച്ചാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ നിന്ന് ഇഹ്റാമിന് വേണ്ടി കുളിച്ചു, ശരീരത്തിൽ അത്തറ പോലുള്ളതൊക്കെ ഉപയോഗിച്ചു, എന്നിട്ട് സാധാരണ പെൻറ്റും ഷർട്ടും ധരിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെടുകയാണ്. ഏതൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അത് നമ്മൾ ചൊല്ലുന്നു. ഏതാണ് പ്രാർത്ഥന? ഇത് ഹജ്ജിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പുസ്തകം തരും. ആ പുസ്തകത്തിൽ അതെല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഇഹ്റാമിന് വേണ്ടി അല്ലെങ്കിലും അല്ലാത്ത ഏത് യാത്രയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് പടച്ചോനെ നിന്റെ നാമത്തിൽ എല്ലാം നിന്നിൽ തവക്കുലാക്കി ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ നല്ല ഗ്രൂപ്പിലൂടെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അറിവുള്ളവരുണ്ട്. അവിടെ ചെന്നാലും ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ തവക്കൽതു അലല്ലാഹ്, പടച്ചോനെ എല്ലാം നിന്നിൽ തവക്കുലാക്കി അറിഞ്ഞാണ് നമ്മൾ തവക്കുലാക്കി പോകുന്നു. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കറിയാം. ആ പ്രാർത്ഥനയൊക്കെ ചെല്ലുക. എന്താണ് വാഹനത്തിൽ കയറുമ്പോഴുള്ളത്? ആ പ്രാർത്ഥന നമുക്ക് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അർത്ഥത്തോടു കൂടി നിങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്ന റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് അതിനൊരു കഴിവും ഉണ്ടായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
ഖലിബൂൻ. ഏതൊരു സന്തോഷമുള്ള യാത്രയാണെങ്കിലും ഒന്ന് ഞങ്ങൾ പറയുകയാണ്, പടച്ചോനെ ഒരു മടക്കമില്ലാത്ത ഒരു യാത്ര, നിന്നിലേക്കുള്ള ഒരു മടക്കം, ഒടുക്കത്തെ യാത്രയുണ്ട്. അത് മറന്നുകൊണ്ടല്ല. കല്യാണത്തിന് പോവുകയാണെങ്കിലും, ബിസിനസ്സിന് പോവുകയാണെങ്കിലും, രോഗം കാണാൻ പോവുകയാണെങ്കിലും, ഏത് യാത്രയാണെങ്കിലും പടച്ചോനെ നിന്നിലേക്കാണ് ഒടുക്കത്തെ ഒരു യാത്ര. അത് നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കണം. പിന്നെ വാഹനത്തിൽ കയറി ഇരുന്നതിന്റെ ശേഷവും സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, اللهم إنا نسألك في سفرنا هذا البر والتقوى ومن الأمل ما ترضى اللهم هون علينا سفرنا هذا وطب عنا بعدا اللهم أنت الصاحب في السفر والخليفة في النقل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. എന്നുള്ള ഒരു പ്രാർത്ഥന വാഹനത്തിൽ കയറിയിരുന്നതിന് ശേഷം നമ്മൾ ചൊല്ലുക. പിന്നെ യാത്ര എന്ന് പറഞ്ഞാൽ ഏത് യാത്രയാണെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്ന സഫറ ഖിതാഅതു മിനൽ അദാബ്, ഇന്ന സഫറ ഖിതാഅതു മിനൽ അദാബ്. യാത്ര എന്ന് പറയുന്നത് ഒരു തരം ദുരിതം തന്നെയാണ്, ശിക്ഷയുടെ ഒരു ഭാഗമാണ്, ദുരിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാകും, കുറെയൊക്കെ ക്ഷമിക്കണം. ഏതൊക്കെ വിഷമങ്ങളാണെങ്കിലും നമ്മൾ ക്ഷമയോടുകൂടി തരണം ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ ഇതൊക്കെ യാത്രയുടെ മര്യാദകൾ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ചില ഓഫർ ഉണ്ട്, അത് നേടുക. എന്താണ് ഓഫർ? യാത്രക്കാരുടെ പ്രാർത്ഥന അല്ലാഹു പ്രത്യേകം പരിഗണിക്കുന്നതാണ്. മൂന്ന് വിഭാഗത്തിന്റെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയുകയില്ല. അതിൽ ഒരു വിഭാഗത്തിന്റെ പ്രാർത്ഥന ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ യാത്രയിൽ പോകുമ്പോഴും ദുആ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പോകുന്നത്. നമ്മൾക്ക് പടച്ചോനെ കഷ്ടപ്പാടൊന്നുമില്ലാത്ത രൂപത്തിൽ അല്ലാഹുവേ എല്ലാം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ എന്നതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. എത്രയെത്ര ആളുകൾ ഹജ്ജ് ഉദ്ദേശിച്ച, ഉംറ ഉദ്ദേശിച്ച് പുറപ്പെട്ട ആളുകൾക്ക് അത് നിർവഹിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഏത് യാത്രയിലും അല്ലാഹുവിനോട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക. പിന്നെ പറയാനുള്ളത്, ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതി 3 രൂപത്തിൽ ഹജ്ജ് ഉംറയും ചെയ്യാം. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും പല പുസ്തകങ്ങളിൽ. അത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തമത്തുഅ് എന്നുള്ള രീതിയാണ്. തമത്തുഅ് എന്ന് പറഞ്ഞാൽ സുഖമെടുക്കുക എന്നാണ് നേരെ വാക്കിന്റെ അർത്ഥം. അതായത് ഒരാൾ ഉംറ കഴിഞ്ഞ് പിന്നെ ഹജ്ജ് വരേക്കുമുള്ള ദിവസങ്ങളിൽ സാധാരണത്തെ പോലുള്ള ജീവിതം നയിച്ച് എല്ലാവിധ സുഖ ആസ്വാദനങ്ങളും ഇസ്ലാം അനുവദിച്ച എല്ലാ സുഖങ്ങളും അനുഭവിക്കാം എന്നതിന്റെ ശേഷം ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്യുന്നു. ഇതിനാണ് തമത്തുഅ് എന്ന് പറയുന്നത്, സുഖമെടുത്തുകൊണ്ടുള്ള ഹജ്ജ്. അപ്പൊ ആ ഹജ്ജ് ആദ്യം മീഖാത്തിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്യും. പിന്നെ ഉംറ കഴിഞ്ഞതിന്റെ ശേഷം ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും, മുടിയെടുത്ത് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും. പിന്നെ ഹജ്ജിന്റെ സമയമാകുമ്പോൾ ദുൽഹജ്ജ് 8-ന് മക്കയിൽ അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിക്കും. മീഖാത്തിലേക്ക് പോകേണ്ടതില്ല. തമത്തുഅ് രീതിയിലുള്ള ആളുകൾ മീഖാത്തിലേക്ക് പോകേണ്ടതില്ല. അവർ മക്കയിലെ അസിസിയയിലോ അല്ലെങ്കിൽ അബുദാബിയിലോ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുക. ആ രീതിയാണ് തമത്തുഅ്. ആ തമത്തുഅ് രീതിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി. രണ്ടാമത്തെ ഒരു രീതി, ഹജ്ജിന്റെ മാസത്തിൽ ഉംറക്കും ഹജ്ജിനും ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. ആ രീതിക്ക് പറയുന്ന പേരാണ് ഖിറാൻ. ഹജ്ജും ഉംറയും ഒന്നിച്ച് ഒറ്റ ഇഹ്റാമിൽ തന്നെ ചെയ്യുന്നു. ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഹജ്ജിന്റെ മാസത്തിലാണുള്ളത്. ഹജ്ജിന്റെ മാസം എന്ന് പറയുന്നത് ശവ്വാൽ 1 മുതൽക്ക് തന്നെ ഹജ്ജിന്റെ തുടക്കമാണ്. ഹജ്ജിന്റെ മാസം ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 10 വരേക്കുമാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. കാരണം ആ സമയത്താണ് ഇഹ്റാമിൽ പ്രവേശനം വരുന്നത്. എന്നാൽ ദുൽഹജ്ജ് അവസാനം വരെ, കാരണം ഖുർആൻ ഉപയോഗിച്ചത് അശ്ഹുറു എന്നുള്ള പദമാണ്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ്. യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ബഹുവചനം എന്നുണ്ടാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 3 എണ്ണം വേണം. നമ്മൾ മലയാളത്തിൽ 2 എണ്ണത്തിനും ബഹുവചനം പറയാം. 2 പേരുകൾ
2 കുട്ടികൾ അവിടെ 2 പറയും. പക്ഷേ അറബിയിൽ 3 ഉണ്ടാകണം. അറബിയിൽ ഒരു പ്രത്യേകത ദ്വിവചനമുണ്ട്. ഏകവചനം, പിന്നെ ദ്വിവചനം, അത് കഴിഞ്ഞിട്ടാണ് ബഹുവചനം. അപ്പൊ ഖുർആൻ ഉപയോഗിച്ചത് ബഹുവചന പദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് മുഴുവനായിട്ടും പറയാം എന്ന് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ദുൽഹജ്ജ് മാസത്തിൽ തന്നെ അല്ലെങ്കിൽ ശവ്വാൽ മാസത്തിലോ ദുൽഖഅദ് മാസത്തിലോ ഹജ്ജിനും ഉംറയ്ക്കും ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് അത് 2 പൂർത്തിയാക്കിയതിന്റെ ശേഷം മാത്രം ഇഹ്റാമിൽ ഒഴിവാക്കുക. അപ്പൊ 2 പൂർത്തിയാക്കിയെന്ന് പറയുമ്പോൾ ദുൽഹജ്ജ് 13-നാണ് എല്ലാം പൂർത്തിയാവുക, അല്ലെങ്കിൽ ദുൽഹജ്ജ് 10-ന് ഏറെക്കുറെ ഇഹ്റാം മാറ്റാം. അപ്പൊ അത്രയും സമയം അയാൾ ഇഹ്റാമിൽ തന്നെ കഴിഞ്ഞുകൂടണം. അതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. ഈ 2 രീതിയാണെങ്കിലും തമത്തുആണെങ്കിലും ഖിറാൻ ആണെങ്കിലും അത് 2നും അറവ് നടത്തേണ്ട നിർബന്ധമാണ്. ആ അറവ് നമുക്ക് ഏതെങ്കിലും ഒരു ഫാൾട്ട് വന്നതിനുള്ള പരിഹാരം എന്നുള്ള അറവല്ല, മറിച്ച് ആ അറവിന് പറയുക ദമുശുക്റാൻ എന്നാണ്. ദമുശുക്റാൻ, നന്ദി. നമുക്ക് ഒരു വർഷം ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള ശുക്ർ ആയിക്കൊണ്ടുള്ള ഹജ്ജാണ്, അറവാണ് തമത്തുഅ് അല്ലെങ്കിൽ ഖിറാൻ. ഈ 2 രീതിയിൽ ചെയ്യുമ്പോഴുള്ള അറവ് അത് നമുക്ക് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മുടെ മീഖാത്തിലേക്ക് പിന്നെ പോകാത്തതിന്റെ പേരിലാണ് അറവ് നടത്തുന്നത്. അല്ല, കാരണം തമത്തുഅ് രീതിക്കാര് ആദ്യം മീഖാത്തിൽ നിന്നാണ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തത്, പിന്നെ ഹജ്ജിന് മീഖാത്തിലേക്ക് പോകേണ്ടതില്ല. അതിന്റെ പേരിലുള്ള അറവല്ല. ഇനി ഈ അറവിന് ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലോ അതിനും ഇസ്ലാം ചില ഇളവ് നൽകിയിട്ടുണ്ട്. എന്താ? 10 ദിവസം നോമ്പ്, 3 ദിവസം മക്കത്ത് നോക്കുക, ബാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്ന് 7 ദിവസം നോമ്പനുഷ്ഠിക്കുക. അങ്ങനെ 10 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അയാൾ അറവ് നടത്തിയ അതേ പ്രതിഫലമാണ് കിട്ടുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും അറവിൽ നിന്ന് ഒഴിവാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഹജ്ജാണ് ചെയ്തത്. ആ ഹജ്ജിൽ എത്ര മൃഗത്തെ അറുത്തു? 100 മൃഗത്തെ. 63 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്തു. ബാക്കി അലി റളിയല്ലാഹു അൻഹുവിനോട് അറക്കാൻ പറഞ്ഞു. അലി അവർക്ക് 100 എണ്ണത്തെ അറുത്തു. അപ്പൊ അറവ് ഹജ്ജിന്റെയും ഉംറയുടെയും ഒരു ഭാഗമായിക്കൊണ്ട് നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഉള്ള അറവ് അത് നിർബന്ധമാണ്. കാശില്ലെങ്കിൽ 10 ദിവസം നോമ്പ് നോക്കും. ഇനി 3ാമത്തെ ഒരു രീതിയാണ് ഇഫ്രാദ്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഹജ്ജ് മാത്രം ചെയ്യുക. ഒരാള് ഖത്തറിൽ നിന്നോ കുവൈറ്റിൽ നിന്നോ ഒക്കെ ഹജ്ജിന് പോകുന്നു. അയാൾ നേരത്തെ ഉംറയൊക്കെ ചെയ്ത ആളാണ്. അയാൾ ദുൽഹജ്ജ് 8-ന് നേരെ അവിടെ എത്തുന്നു, ഇഹ്റാം ചെയ്ത് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം തന്നെ അയാൾ നാട്ടിൽ തിരിച്ചു പോകുന്നു. ഉംറ ഹജ്ജ് മാത്രം ചെയ്യുന്നു. ആ രീതിക്കാണ് ഇഫ്രാദ്. പക്ഷെ അയാൾ അറവ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ തമത്തുഅ് രീതിയിലുള്ള ഹജ്ജാണ് നമ്മൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആ രീതി കുറ്റമറ്റ രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. കൃത്യമായി നിങ്ങൾ അത് മനസ്സിലാക്കണം. ഉംറയുടെ കർമ്മം കഴിഞ്ഞാൽ ഒരു ചെറിയ അവസരം നിങ്ങൾക്ക് തരും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇഹ്റാമിന് വേണ്ടി റൂമിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുളിക്കുക, ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക. അയാൾ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. ആ എയർപോർട്ടിൽ കഴിഞ്ഞ് അവരുടെ ഇമിഗ്രേഷനും മറ്റുമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് അയാൾക്ക് ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റാം. അതല്ലെങ്കിൽ ഹജ്ജ് ഹൗസിലെത്തിയാൽ അവിടുന്ന് ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റാം. പുരുഷന്മാർക്ക് ഒരു തുണി കൊടുക്കുക, മറ്റൊന്ന് ഈ രൂപത്തിൽ പുതക്കുക. ഇതാണ് ഇഹ്റാമിന്റെ രീതി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹ്റാമിന് എന്നുള്ള നിലക്ക് പ്രത്യേകമായ ഒരു വേഷമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അന്യരുടെ മുന്നിലേക്ക് അവർ എത്തിപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മുൻകൈയും മുഖവും അല്ലാത്ത ഭാഗങ്ങൾ ശരീരം മുഴുവനും അറിയണം. എന്നാൽ സൂക്ഷ്മതയ്ക്ക് സാധാരണ ഇപ്പോൾ നമ്മുടെ സദസ്സിൽ തന്നെ ഉണ്ട്, നിക്കാബ് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ നിക്കാബ് ഒന്നുകിൽ അത് മറിക്കണം, അതല്ലെങ്കിൽ നിക്കാബ് ഊരി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തൻതഖിബുൽ മർഅ, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ത്രീ നിക്കാബ് ധരിക്കാൻ പാടില്ല.
അപ്പൊ നിക്കാബ് നമ്മൾ പ്രത്യേകമായി കിട്ടുന്ന ആ ഒരു വസ്ത്രം അത് ഒഴിവാക്കുക. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അന്യ ആളുകൾ ഞങ്ങളുടെ അടുത്ത് കൂടി നടന്നു പോകുന്ന സമയത്ത് ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾ മുഖം മറക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ മഫ്ത അല്ലെങ്കിൽ മക്കനയുടെ ഭാഗങ്ങൾ കൊണ്ട് ഞങ്ങൾ മുഖം മറക്കുമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അന്യരുടെ മുന്നിൽ നമ്മൾ ആ ഒരു ഇസ്ലാമിന്റെ ആ ഒരു കൃത്യത ശീലമാക്കുന്ന ആളുകൾ ഏതവസരത്തിലും മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. പക്ഷെ സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രമില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അവർ അവരുടെ ശരീരത്തിന്റെ അളവ് അനുസരിച്ചുകൊണ്ട് അവര് പർദ്ദ വാങ്ങിക്കുമ്പോൾ 54, 55 എന്നൊക്കെ പറഞ്ഞ് അവർ പർദ്ദ ഹൗസിൽ പോയി വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ചാലും വീട്ടിലൊന്ന് കൊണ്ടുവന്നിട്ട് അതൊന്ന് ധരിച്ചു നോക്കണം. കാരണം ഹജ്ജിന്റെ സമയം നമ്മൾ ഉംറയും ഹജ്ജും നമ്മൾ പരിശോധിക്കുമ്പോൾ 6 സന്ദർഭങ്ങളിൽ നബി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നു. 6 സന്ദർഭങ്ങൾ. ആ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പർദ്ദയുടെ കൈ ലൂസാണെങ്കിൽ അതിങ്ങനെ താഴേക്ക് വരും. കൈ ഔറത്താണ്, അത് താഴേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് തന്നെ സഹോദരിമാർ അതിന്റെ ബട്ടണൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതുണ്ടെങ്കിൽ ബട്ടണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഫിറ്റ് ആക്കുക. അതാണ് വസ്ത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പ്രായം ചെന്ന ഉമ്മമാരും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് അവർ പ്രത്യേകമായി പൈജാമയും മറ്റുമൊന്നും ധരിച്ച് ശീലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ നമ്മൾ എന്താ ശീലാക്കിയിട്ടുള്ളത്, ഉമ്മാരും വല്യമാരൊക്കെ അടിപ്പാവാട ധരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഹറമിലൊക്കെ പോയിരുന്ന് കുറച്ചു നേരത്തെ ഇരുന്ന് ഓതുന്നു, പിന്നെ കാലൊന്ന് മടക്കി ഒന്ന് നിർത്തിയൊക്കെ ചെയ്യുമ്പോൾ അടിപ്പാവാടനേക്കാൾ നല്ലത് പൈജാമ ശീലമാക്കുക. പാന്റ് സ്ത്രീകളും ആ രൂപം ശീലിക്കുക. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇഹ്റാമിന്റെ വസ്ത്രം എന്നുള്ള നിലക്ക് പുരുഷന്മാർ ഒന്ന് ഉടുക്കുക, മറ്റൊന്ന് പുതക്കുക. വേറെ മറ്റ് ബനിയനോ ജട്ടിയോ അണ്ടർവെയറൊന്നും പാടില്ല. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും വെളിവാകുന്ന വിധത്തിലായിരിക്കണം ഇഹ്റാമിൽ ഉണ്ടാകേണ്ടത് എന്നതുകൂടി മനസ്സിലാവും. നമ്മൾ വിമാനത്തിൽ കയറി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോഴൊന്നും തെൽബിയത്തില്ല. പക്ഷെ നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ എയർപോർട്ടിൽ തന്നെ കൂട്ടമായി തെൽബിയത്ത് എത്തി പോകുന്നവരുണ്ടാകും. വിമാനത്തിൽ കയറി ഇരുന്നു കൊണ്ട് ഉറക്കെ തെൽബിയത്ത് ചെല്ലുന്നവരുണ്ടാകും. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പ്ലെയിൻ കയറി ഏകദേശം ജിദ്ദയിൽ ഇറങ്ങുമ്പോൾ ഏകദേശം 5-5.5 മണിക്കൂർ കഴിയും. ആ 5.5 മണിക്കൂറിന്റെ തൊട്ട് മുമ്പ്, അതായത് ജിദ്ദയിൽ ഇറങ്ങുന്നതിന്റെ 20 മിനിറ്റ് മുമ്പാണ് നമ്മുടെ മീഖാത്തായ കർമ്മൽ മനാസിലിലേക്ക് എത്തുക. അവിടെ വെച്ചാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ഡ്രസ് മാറി എന്നതുകൊണ്ട് ഇഹ്റാമിലാകുന്നില്ല. ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് അല്ലാഹുമ്മ ലബ്ബൈക ഉംറ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറ, ഇത് പറയുന്നതോടുകൂടി നമ്മുടെ ഇഹ്റാമിലായി. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഓരോരുത്തരും അത് പറയണം. അപ്പൊ പറയണമെങ്കിൽ എവിടെ വെച്ചിട്ടാണ്? മീഖാത്തിൽ വെച്ചാണ് പറയേണ്ടത്. ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തോട് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ മദീനത്തെ പള്ളിയിൽ ഇഹ്റാമിൽ ചെയ്തോട്ടെ. മദീനത്തെ പള്ളിയുടെ ശ്രേഷ്ഠത എന്താണ്? നേരത്തെ മക്കത്തെ മസ്ജിദുൽ ഹറാമിനെ പറ്റി ഉസ്താദ് പറഞ്ഞു, 1,00,000 ഇരട്ടി പ്രതിഫലം. മദീനത്തെ പള്ളിയാണെങ്കിലോ 1000-ൽ പരം ഇരട്ടി പ്രതിഫലമാണ് നിസ്കാരത്തിന്റെ മദീനത്തെ പള്ളിക്കുള്ളത്, മസ്ജിദുൻ നബവി. അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഞാൻ എവിടെ നിന്നാണ്? ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതെന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞ ആ ദുൽഹുലൈഫയിൽ നിന്ന്. പക്ഷെ ഈ വന്ന ആൾ ചോദിച്ചു, പറഞ്ഞു, ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കട്ടെ. അത് കേട്ടപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നൂറിലെ അവസാന ഭാഗത്തുള്ള ഒരു ആയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഓതി കേൾപ്പിച്ചു. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. എന്താ ആയത്തിന്റെ അർത്ഥം അറിയോ? ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന തെറ്റിച്ചുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അൻ തുസീബഹും ഫിത്ന, അവന്റെ ഫിത്ന അകപ്പെട്ടുകൊള്ളട്ടെ.
അല്ലെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷയായിരിക്കും കിട്ടുക. എന്താ ഇവിടെ ചോദിച്ചുള്ളൂ? ഞാൻ പേരിട്ടിട്ട് ഇഹ്റാം ചെയ്തോട്ടെ എന്നാണോ ചോദിച്ചത്? അല്ല, മദീനത്തെ പള്ളിയിൽ ഇഹ്റാം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മീഖാത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മീഖാത്തിൽ എത്തുമ്പോൾ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ അവിടെ വെച്ച് നമ്മൾ അത് പറയുക. വിമാനത്തിൽ പലപ്പോഴും സങ്കടം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കയറിയ ഉടനെ തന്നെ ചിലർ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൊല്ലും, കൂടെയുള്ള ആൾക്കാരും ഒക്കെ ചൊല്ലിക്കോളി ഉറങ്ങാനുള്ള നേരല്ല. അങ്ങനെ കയറിയ ഉടനെ ഇങ്ങനെ ചൊല്ലും, കുറേ ചൊല്ലും. കുറച്ച് കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കഴിയാമോ, അപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അനൗൺസ്മെന്റ് വരുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളെങ്കിൽ നമ്മളൊക്കെ ഒരേ കാര്യത്തിനാണല്ലോ പോകുന്നത്. ആ നിൽക്കുക, ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സമയമാണ്, ഇഹ്റാമിൽ പ്രവേശിക്കണം, ഉണരോ തൽബിയത്ത് ചെല്ലണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളൊക്കെ അത് എപ്പോഴോ ചെല്ലിയിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവങ്ങളുണ്ട്. കാരണം അതൊക്കെ ഒരു വാശി തീർക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കുക, ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെന്നാണ്? മീഖാത്തിൽ നിന്ന്. ആ മീഖാത്തിൽ അവിടെ ഇറങ്ങാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ വിമാനം അതിനോട് പാസ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറയുന്നു. പിന്നെ അവിടെ ചിലർക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പ്രത്യേക ഒവുകളുണ്ട്? വേണ്ട. ഇഹ്റാമിന് വേണ്ടിയുള്ള നിസ്കാരമില്ലേ? ഇല്ല, അതുമില്ല. നേരത്തെ ഞാൻ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയുടെ കഥ പറഞ്ഞു. മീഖാത്തിൽ വെച്ച് പ്രസവിച്ചപ്പോൾ നബി പറഞ്ഞത് ബ്ലഡ് നിൽക്കാൻ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ശീലകഷ്ണമൊക്കെ കൂടുതൽ ഉപയോഗിക്കുക, എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. അപ്പൊ അവിടെ ശുദ്ധിയായി നിഫാസ് രക്തമൊക്കെ കഴിഞ്ഞ് കുളിച്ച് എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ശുദ്ധി വേണമെന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്ന ആരെങ്കിലും യാത്ര പോകുന്ന ദിവസം അവരുടെ ഹൈവ് മാസമുറ പീരീഡിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ അവർ മീഖാത്തിൽ നിന്ന് തന്നെ ഇഹ്റാം പ്രവേശിക്കണം. ഇല്ലെങ്കിലോ ഒരാൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തില്ല, ജിദ്ദയിലെത്തുന്നത് വരെ ചെയ്തില്ല, കാരണം എനിക്ക് ശുദ്ധി ഉണ്ടായിരുന്നില്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അയാള് മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് റുക്നാണ്. അത് മീഖാത്തിൽ വെച്ച് തന്നെ ചെയ്യണം എന്നുള്ളത് വാജിബാണ്. വാജിബ് നഷ്ടപ്പെട്ടാലോ ഒരു വലിയ കിട്ടണം. ഹജ്ജിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ വലിയ അല്ലാതെ ഈ ഒരു കോമൺ സെഷൻ എന്നുള്ള നിലക്ക് വേറൊരാളും നടത്തണം. ശരി, എന്നാൽ ഏതായാലും മക്കളോട് പറയാനുള്ളത് രാവിലെ നടത്താൻ പറ്റൂല, മക്കൾക്ക് തന്നെ നടക്കണം. ചില ഇവിടെ വന്നിട്ട് അർത്ഥമാണ്, ഞാൻ ഇയാൾ കുറച്ചേ കരുതിയിട്ടുള്ളൂ, അതുകൊണ്ട് നാട്ടിലെത്തിയിട്ട് മുത്താപ്പാട പോലെ അറിവുണ്ട്, ഞാൻ അയാളെ കൊണ്ട് അർപ്പിക്കാൻ പറ്റൂല, മക്കത്ത് തന്നെ അർത്ഥം. ഇവിടെ വന്നതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ ആ ഫിദിയ നടത്താനുള്ള കാശ് കൊടുത്തയക്കുക. അയൽവാസിയായ ഏതെങ്കിലും ഒരു സുഹൃത്ത് അവിടെ ഉണ്ടെങ്കിൽ അയാളോട് പറയാ, എന്റെ ഒരു മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിനോടൊരു അറിവ് നടത്തണം എന്ന് പറഞ്ഞ അയാളെ കൊണ്ട് അവിടെ തന്നെ അത് ചെയ്യിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഈ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? തെൽബിയത്ത് നമ്മളൊക്കെ നിങ്ങൾ ഹജ്ജിന്റെ ഓരോ ഭാഗങ്ങൾ പറയുമ്പോഴും അത് പഠിച്ചിട്ടുണ്ടാകും. നമ്മളൊന്ന് ചൊല്ലിയോക്കെ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഉമ്മാരുടെ അടുത്തുണ്ടാകും, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും. ഓക്കെ, ഇഹ്റാം ചെയ്തില്ലേ, ഇനി ഏതായാലും തൽബിയത്ത് ചൊല്ലണം. എന്റെ മനസ്സിലുണ്ട് മോനെ, പോരാ, മനസ്സിലുണ്ടായ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ഹജ്ജ് അൽ ഹജ്ജു വഫ്ലജ്. അഫ്ളലുൽ ഹജ്ജ്, ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് ഉറക്ക തൽബിയത്ത് ചൊല്ലുന്ന ഹജ്ജാണ്. അതുപോലെ കൂടുതൽ രക്തം ഒഴുക്കുന്ന ഹജ്ജ്. കൂടുതൽ മൃഗത്തെ അറക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ മൃഗത്തെ അറുത്ത് രക്തം ഒഴുകുന്ന ഹജ്ജ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. അപ്പൊ അതുകൊണ്ട് ഉറക്ക ചെല്ലുക, ഓരോരുത്തരും ചെല്ലുക. സ്ത്രീകളും പതുക്കെ അവർ ചൊല്ലണം, അല്ലാതെ മനസ്സിൽ ഓർത്താൽ പോരാ. നമ്മൾ നേരെ ഇൻഷാ അല്ലാഹ് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ജിദ്ദയിൽ വിമാനം ഇറങ്ങും. പിന്നെ അവിടുത്തെ നമ്മുടെ ഇജറാത്തുള്ള നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ, നമ്മുടെ ഫോട്ടോ എടുക്കും. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്നു. പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുത്തവ്വിഫ്
നമ്മുടെ ഹജ്ജും ഉംറയും ചെയ്യിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ള അവിടുത്തെ ഏജന്റ്, ആ ഏജന്റിന്റെ വക്കീലുമാർ അല്ലെങ്കിൽ അതിന്റെ ആളുകൾ നമ്മുടെ അടുക്കൽ നമ്മെ മക്കയിലേക്ക് കൊണ്ടുപോകാൻ വരും. ജിദ്ദയിൽ നിന്ന് ഏകദേശം 90-95 അല്ലെങ്കിൽ 80-ന്റെയും 100-ന്റെയും ഇടയിൽ അത്രയും ദൂരമാണ് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരം. അത് ബസ്സിലായിരിക്കും നമ്മൾ പോകുക. ആ ബസ്സിൽ പോകുമ്പോഴും നമ്മളൊരു ഇബാദത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള മനസ്സായിരിക്കണം. തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, ഓരോരുത്തരും ചൊല്ലുക, ഒരു ഉസ്താദ് ചൊല്ലുകയും മറ്റുള്ളവർ കൂടെ ചൊല്ലുകയും ചെയ്യുന്ന രീതി അവിടെ ഇല്ല. അതുകൊണ്ട് ഓരോരുത്തരും ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക ലാ ശരീക ലക ലബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് നമ്മൾ അവിടെ എത്തുന്നത് വരെ നമ്മളോട് ചൊല്ലിക്കൊണ്ടിരിക്കും. നമുക്ക് ഏകദേശം അവിടെ മക്കയുടെ അടുത്തെത്തുമ്പോൾ നമ്മുടെ മുത്തവഫിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബാഡ്ജുകൾ അല്ലെങ്കിൽ ചില വള, ചില ബാഡ്ജ് ഇതൊക്കെ നമുക്ക് തരും. അത് നമ്മുടെ കയ്യിലുണ്ടാകണം. ആ ബാഡ്ജ് നമ്മുടെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാകണം, ഏത് സമയത്തും. നമ്മെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം അതാണ്. 10-30 ലക്ഷം ആളുകൾ വരുന്നതിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയില്ലാതെ വന്നു അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടായി, ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്, ആരാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ബാഡ്ജും അതുപോലെ തന്നെ ആ ഒരു വളയും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് മക്കയിൽ നമ്മൾ താമസിക്കാനുള്ള റൂമിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ലഘുഭക്ഷണം കഴിക്കുക. അതിനുശേഷം നമുക്ക് ഉംറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇഹ്റാം ചെയ്തിട്ടുള്ളത്, ഉംറ ചെയ്യാൻ വേണ്ടി പോകണം. ആ ഉംറ ചെയ്യാൻ വേണ്ടി നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ കഅബയുടെ അടുത്തേക്ക് പോകും. നമ്മുടെ റൂമും ഏറെക്കുറെ ഹറമിൽ തന്നെയാണ്. ഹറം എന്ന് പറഞ്ഞാൽ ആ പള്ളിയും അതിന്റെ ചുറ്റുഭാഗവും മാത്രമല്ല, ഏകദേശം 10-20 കിലോമീറ്റർ ചുറ്റളവിൽ 20 കിലോമീറ്റർ ചുറ്റളവ് മുഴുവനും ഹറമാണ്. അതുകൊണ്ട് ഹറമിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുണ്ടെങ്കിൽ അത് ഹറമിൽ വെച്ച് മാത്രമാണ്. നന്മക്ക് ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പോലെ തിന്മ വന്നു പോയാൽ അതിന്റെ ഏറെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഹറമിൽ വെച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എവിടെയും നമ്മൾ ദിക്റോ തസ്ബീഹുകളോ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കണം കഴിഞ്ഞുകൂടേണ്ടത്. നമ്മള് മസ്ജിദുൽ കഅബ, ആ കഅബ ഉൾക്കൊള്ളുന്ന ആ ഒരു പള്ളിയും ചുറ്റും അതിന്റെ അടുത്താണല്ലോ ഉംറ ചെയ്യേണ്ടത്. നമ്മൾ റൂമിൽ നിന്ന് ഒതു ഉണ്ടാക്കിക്കൊണ്ട് പോകുക. റൂമിൽ നിന്ന് ഒതു ഉണ്ടാക്കുക. നമ്മുടെ ചെരുപ്പ് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ ചെരുപ്പ് ഒരു കവറിൽ ഇടുന്നത് നല്ലതാണ്. ചെരുപ്പ് അവിടെ ഇട്ട് പോകാൻ കഴിയില്ല. പോയാൽ തിരിച്ചു വരുമ്പോ ആ ചെരുപ്പ് അവിടെ ഉണ്ടാവില്ല. ഓരോ 10 മിനിറ്റ് സമയത്തും അവിടെ ക്ലീനിങ് നടക്കുന്നു. ആ ചെരുപ്പ് അവിടെ സുബാലയിൽ കൊണ്ടുപോയി തള്ളു. അപ്പൊ നമ്മൾ എന്ത് വേണം, ഒരു ടെക്സ്റ്റൈൽസ് കവറോ അല്ലെങ്കിൽ ചില ഹജ്ജ് വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ തന്നെ ചെരുപ്പിടാനുള്ള കവറ് പ്രത്യേകമായി കൊണ്ട് നമുക്ക് കിട്ടും. ആ ഒരു കവറിൽ നമ്മൾ ഏകദേശം ആ തവാഫ് ചെയ്യാൻ വേണ്ടി കഅബയുടെ അടുത്തേക്ക് പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പ് ഊരി ആ ചെരുപ്പ് കവറിൽ ഇട്ടിട്ട് കയ്യിൽ വെക്കും. ഏത് പള്ളിയിലേക്ക് കയറുമ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഏറ്റവും ചെറിയ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. വേറെ പ്രാർത്ഥന ഉണ്ട്, ഇവിടെ കുറച്ചുകൂടി ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം. അത് പഠിക്കാം. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി നീ തുറന്നു തരണമേ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലത് കാലെടുത്ത് വെച്ച് നമ്മൾ പള്ളിയിലേക്ക് കടക്കുക. സാധാരണ ഏത് പള്ളിയിൽ കയറിയാലും 2 റക്അത്ത് സുന്നത്ത് തഹിയ്യത്ത് നമസ്കരിക്കും. പക്ഷേ നമ്മൾ തവാഫ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങി പോകുന്നത് എങ്കിൽ തവാഫ് മതി. അവിടെ പിന്നെ സ്വലാത്ത് തഹിയ്യത്തിന്റെ ആവശ്യമില്ല. ആ തവാഫു കസ്സലാത്തി എന്ന് നബി പറഞ്ഞു. തവാഫ് നിസ്കാരം പോലെ തന്നെയാണ്. പക്ഷെ അതിൽ എന്താണ് വ്യത്യാസമുള്ളത്? അതിൽ സംസാരിക്കാൻ അനുവാദമുണ്ട്. നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ലല്ലോ. എന്നാൽ തവാഫിന്റെ ഇടയിലോ കഥ പറയാൻ അനുവാദമുണ്ട് എന്നല്ല. തവാഫിന്റെ ഇടയിൽ ഉമ്മിയും മോനും തമ്മിൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തവാഫ് ചെയ്യാണ്. ആ തവാഫ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ എത്രാമത്തെ ചുറ്റാണ് നമ്മളത് എന്ന് ചോദിക്കും. 3 അല്ലേ, 3 ആയോ? അങ്ങനെ എന്തെങ്കിലും സംസാരം വന്നു പോയാൽ അതിന് വിരോധമല്ല.
അപ്പൊ തവാഫു കസ്സലാത്ത്, തവാഫ് അത് നിസ്കാരം പോലെ തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ഉംറയുടെ തവാഫ് ചെയ്യാൻ വേണ്ടിയാണ് പള്ളിയിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പൊ അവിടെ തഹിയ്യത്തിന്റെ ആവശ്യമില്ല. എന്നാൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പോകുമ്പോഴോ തഹിയ്യത്ത് നിസ്കരിക്കണം. ചിലര് ഹറമിൽ തഹിയ്യത്തേ ഉള്ളൂ, അല്ലാതെ നിസ്കാരം തഹിയ്യത്ത് നിസ്കാരം ഇല്ലാതെ തെറ്റിദ്ധരിച്ചവരുണ്ട്. അത് മാറ്റണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ തവാഫ് ചെയ്യാൻ പോകുമ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ വസ്ത്രം വലത്തെ കക്ഷത്തിലൂടെ എടുത്ത് ഇടത്തെ ചുമലിൽ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ ഇടത്തെ ചുമലിൽ ഇങ്ങനെ പിഞ്ച് ചെയ്യുകയോ ചെയ്യുക. വലത്തെ കൈ മുഴുവനായി കൊണ്ട് ഫ്രീ ആകുന്ന വിധത്തിലാകുക. വലത്തെ ചുമല് കൈയും ഫ്രീ ആകുന്ന രൂപത്തിൽ വലത്തെ കക്ഷത്തിലൂടെ ആ തുണി എടുക്കുക. അതിനാണ് ഇർത്തിബാഹ് എന്ന് പറയുക. ഇർത്തിബാഹ് അത് പുരുഷന്മാർക്ക് മാത്രമാണ് ആ സുന്നത്ത്. സ്ത്രീകൾക്ക് അവിടെ വേറെ സുന്നത്തൊന്നുമില്ല. തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദ് മുതൽക്കാണ്. കഅബയുടെ തെക്ക് കിഴക്കേ മൂലയിലുള്ള ഒരു കല്ല്. തെക്ക് കിഴക്കേ മൂലയിലുള്ള ഒരു കല്ല് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ കല്ലല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് വിഷയങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ്. അത് ഇന്നൽ ഹജറ വൽ മഖാമ യാഖൂതതാനി മിൻ യവാഖീതിൽ ജന്ന. സ്വർഗ്ഗത്തിലെ മരതകക്കല്ലുകൾ, സ്വർഗ്ഗത്തിലെ രത്നക്കല്ലുകളാണ് ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹിം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ആ മഖാം അത് രണ്ടും സ്വർഗ്ഗമാണ്. അതിന്റെ തുടക്കം, കഅബയുടെ തുടക്കം മുതൽ സംരക്ഷിച്ചു വരുന്ന ആ ഒരു കല്ല്, അത് കഅബ ചതുരത്തിലാണെങ്കിൽ അതിന്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അതാണ് തവാഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും. തവാഫ് ചെയ്യുന്ന ആള് സാധ്യമായാൽ ആ കഅബയുടെ ആ ഒരു ഹജറുൽ അസ്വദ് ചുവന്ന ലൈനിട്ടിട്ട് അവിടെ കൊടുത്തിട്ടുള്ള ഹജറുൽ അസ്വദ്, ആ ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തി നമ്മൾ ആ ഹജറുൽ അസ്വദ് ചുംബിക്കുക. നേരെ നമ്മൾ ആ ചുംബിക്കുക സാധിക്കുന്ന സന്ദർഭത്തിൽ. പക്ഷെ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ സമയത്ത് അതിന് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ചുംബിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ ഒന്ന് കൈയോണ്ട് തൊടാൻ പറ്റിയാൽ, ആൾക്കാരുടെ ഇടയിൽ ഒന്ന് കൈ നീട്ടി കൈ ആ കല്ലുമ തൊട്ട് എന്ന് കാണുകയാണെങ്കിൽ ആ കൈ വളരെ ചുംബിക്കും. അതിലും കഴിഞ്ഞു കൊള്ളണമെന്നില്ല. നമ്മൾ വളരെ ദൂരത്തായിരിക്കും ഉണ്ടാകുക ആ സമയത്തും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ നേരെ കൈ ഉയർത്തുക, വലത്തെ കൈ മാത്രം. ഹജറുൽ അസ്വദിന്റെ നേരെ ആ കോർണറിന്റെ നേരെ എത്തുമ്പോൾ കൈ ഉയർത്തുക. ആ കൈ ഉയർത്തുന്ന സമയത്തായിരുന്നാലും, കൈ കൊണ്ട് തൊട്ട് ചുംബിക്കുന്ന സമയത്തായിരുന്നാലും, നമ്മൾ ആ കല്ല് ചുംബിക്കുന്ന സമയത്തായിരുന്നാലും അല്ലാഹു അക്ബർ എന്ന് പറയും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുംബിക്കുക, അല്ലെങ്കിൽ തൊട്ട് വെക്കുക, അതല്ലെങ്കിൽ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുക. ഇത് ഏത് ചെയ്താലും നമുക്ക് അവിടെ പ്രതിഫലം ഒന്നും തന്നെയാണ്. സാധ്യമാകുന്ന നിലത്തിൽ എന്നെ ചുംബിക്കണം എന്നൊന്നും ഞാൻ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടാകരുത് എന്ന് മാത്രം നമ്മൾ ശ്രമം നടത്തണം. നബി ചുംബിച്ചു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി ചുംബിച്ചത് എന്ന് വരെ ഹദീസിൽ കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് തവാഫ് ചെയ്യുന്നു. കഅബ നമ്മുടെ ഇടത് ഭാഗത്താകുന്ന വിധത്തിൽ നമ്മൾ ആദ്യത്തെ 3 ചുറ്റൽ അല്പം ശരീരം ഇളകിക്കൊണ്ടുള്ള ചുറ്റലായിരിക്കണം. ശരീരം ഇളകിക്കൊണ്ടുള്ള ചുറ്റൽ, അതിനാണ് റമല് എന്ന് പറയുന്നത്. റമല്, ഇർത്തിബാവും റമലും അത് പുരുഷന്മാർക്ക് മാത്രമാണുള്ളത്. നമ്മുടെ ശരീരം ഒന്ന് ഇളകിക്കൊണ്ടായിരിക്കണം തവാഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി നേരെ അടുത്തത് റുക്നുൽ ഇറാഖി എന്ന് പറയും, അടുത്ത കോർണർ. അതിന്റെ അടുത്ത കോർണർ റുക്നുൽ ശാമി എന്ന് പറയും. അതിന്റെ അടുത്ത കോർണർ റുക്നുൽ യമാനി. ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുമ്പുള്ള റുക്നാണ് റുക്നുൽ യമാനി. ആ റുക്നുൽ യമാനി മുതൽ നമ്മൾ ഹജറുൽ അസ്വദ് വരേക്കുമുള്ള ആ ഒരു സ്ഥലത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള പ്രാർത്ഥന. അത് നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവും ആഖിറവും എല്ലാം അതിൽപ്പെട്ടു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിലും റബ്ബേ ഖൈർ നൽകണേ, പരലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണേ.
വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. ആ റുക്നുൽ യമാനിയുടെ അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, റുക്നുൽ യമാനിയുടെ അടുത്തുകൂടി പോകുകയാണെങ്കിൽ വെറുതെ ഒന്ന് തൊടുക. എന്തിനാപ്പത്? നബി പറഞ്ഞു, നബി ചെയ്തു. ആ തൊടുമ്പോ എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട. ആ തൊട അവിടെ ഫ്രീ ആണ്, അവിടെ ഒന്ന് ചുംബിക്കണോ? അതും വേണ്ട. നബി എന്ത് ചെയ്തോ അത് അങ്ങനെ തന്നെ ചെയ്യുക. അതാണ് ഹജ്ജ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. ഒന്നുകൂടെ ഉസ്താദ് വിശദമായി കൊണ്ട് പറഞ്ഞു, ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. രണ്ടാമത്തത് ഹജ്ജിന്റെ ആത്മാവ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സുന്നത്ത്, ഇത്തിബാഉ സുന്ന, അതാണ് രണ്ടാമത്തെ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നബി അത് തൊടാൻ പറഞ്ഞു. സാധിക്കുമെങ്കിൽ തൊടുക. തൊടാൻ പറ്റിയില്ലെങ്കിലോ വിഷയണോ? വേണ്ട. തൊടാൻ അവിടെ അടുത്ത് ചെന്നപ്പോൾ ഫ്രീ ആണ്, തിരക്കൊന്നുമില്ല, ചുംബിക്കണോ? അതും വേണ്ട. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഏത് പ്രാർത്ഥനയും ഖുർആനിലും ഹദീസിലും വന്ന ഏത് പ്രാർത്ഥനയുമാകാം, നമ്മുടെ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാകണം. അത് അറബിയിൽ തന്നെ വേണമെന്നില്ല. തവാഫിന്റെ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നൽ ഹജ്ജ വൽ ഉംറ വഫദുൻ മിൻ വഫൂദില്ലാഹ്, ഹജ്ജ് ചെയ്യുന്ന ആളുകളും ഉംറ ചെയ്യുന്ന ആളുകളും അല്ലാഹുവിലേക്കുള്ള നിവേദക സംഘങ്ങളാണ്. ദഅാഹും, അല്ലാഹു അവരെ ക്ഷണിച്ചു. ഫഅജാബൂഹു, അല്ലാഹുവിന്റെ ക്ഷണം അവർ സ്വീകരിച്ചു വന്നെത്തി. ഇനിയോ വസഅലൂഹു, അവർ അല്ലാഹുവിനോട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. ഫഅജാബഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് ഉത്തരം നൽകും. അപ്പൊ അതുകൊണ്ട് തന്നെ തവാഫിൽ ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ഹജ്ജിന് വേണ്ടി യാത്ര പറഞ്ഞപ്പോഴാകും നമ്മുടെ വല്യമാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിലാണ്, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ആ ഒരു സങ്കടത്തോടുള്ള വാക്ക് കേട്ടുകൊണ്ടായിരിക്കാം നമ്മൾ പോയിട്ടുള്ളത്. നമ്മുടെ മക്കളുടെ പരീക്ഷയുണ്ടാകാം, അതുപോലെ തന്നെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ ഉണ്ടാകാം. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ മനസ്സിൽ അവരൊക്കെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മലയാളത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രാർത്ഥിക്കുക. എന്നാൽ ഏതെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനകൾ അതിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്നുള്ള പ്രാർത്ഥന ചൊല്ലാം. അതല്ലാതെ വേറെ പ്രാർത്ഥനയില്ല. ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്ന വായിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ ഒന്നാമത്തെ ചുറ്റിൽ ഇന്നത് പ്രാർത്ഥിക്കുക, അപ്പൊ അതിങ്ങനെ കാണാതെ പഠിച്ചിട്ടും അല്ലാതെയും നോക്കിയിട്ടൊക്കെ അതിങ്ങനെ ചൊല്ലും. രണ്ടാമത്തെ ചുറ്റിൽ അടുത്ത പേജ് മറിച്ച് രണ്ടാമത്തെ ചുറ്റിൽ ഇന്നത് പ്രാർത്ഥിക്കണം, രണ്ടാമത്തെ ചുറ്റിൽ അത് പ്രാർത്ഥിച്ച് 7 ചുറ്റുകൊണ്ട് കഴിഞ്ഞു. അപ്പോഴാണ് വലിയ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഓർമ്മ വരിക. നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കുക? അതിന്റെ നേരം കഴിഞ്ഞ് ഇനി ഹജ്ജിന് പിന്നെ സമയങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയം അത് നഷ്ടപ്പെടുത്തരുത്. ആരെങ്കിലും അറബിയിൽ എഴുതി വെച്ചത് അത് കാണാതെയും നോക്കിയും നമ്മൾ പഠിക്കേണ്ട. ഇത്രയും സമയത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്നത് മാത്രമാണ് നബി ചൊല്ലാൻ പറഞ്ഞത്. വേറെ ഒന്നും പ്രത്യേകം പറഞ്ഞില്ല. എന്താ ഉണ്ടാകാതെ നടക്കണമെന്നാണോ? അല്ല, നമുക്ക് കിട്ടുന്ന ഖുർആനായത്ത് ആയത്തുൽ കുർസി ഓതാം, ആമനൽ റസൂൽ ആണെങ്കിൽ അത് ഓതാം, ഒരാൾ സൂറത്ത് യാസീൻ ഓതാം, അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതാം. നബി പഠിപ്പിച്ച എത്രയോ പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അതുപോലുള്ള ഏത് പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ. ഞങ്ങളുടെ നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ. ഞങ്ങളുടെ നാട്ടിൽ മറ്റൊരു ആധിപത്യം വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ രംഗത്ത് പല രംഗത്തുള്ള പ്രയാസങ്ങൾ, സാധ്യതകൾ അതൊന്നുമില്ലാത്ത നാട്ടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ നിലക്കുള്ള പ്രാർത്ഥനകൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. 7 ചുറ്റും കഴിഞ്ഞാൽ 3 ചുറ്റാണ് റബ്ബില്. 7 ചുറ്റും കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് നമ്മുടെ യുക്തിവാദം മാറ്റുക, പഴയ രൂപത്തിലേക്ക് നമ്മുടെ ഡ്രസ്സ് മാറ്റുക. പഴയ രൂപത്തിലേക്ക് ഡ്രസ്സ് മാറ്റുക, ശരീരം മുഴുവൻ അറിയുന്ന വിധത്തിൽ പുതക്കുക. പിന്നെ ചെയ്യാനുള്ളത് എപ്പോ തവാഫ് ചെയ്താലും 2 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കാരം തവാഫിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. അത് നിസ്കരിക്കാൻ നിർദ്ദേശിച്ചത് മഖാമ് ഇബ്രാഹിമിന്റെ പിൻഭാഗത്തായിരിക്കണം. ആ മഖാമ് ഇബ്രാഹിം എന്നുള്ളത് അവിടെ ഒരു സ്തൂപ രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ഇന്നൊരു ചെമ്പ് പോലുള്ള ലോഹം കൊണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഒരു ഗ്ലാസ് നമുക്കത് കാണാൻ സാധിക്കുന്ന അവിടെ വേറിട്ട് കാണുന്ന അതാണ്
സ്ഥലമാണ് മഖാം ഇബ്രാഹിം. അതിന്റെ പിന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുൻവശത്തായി വരുന്ന വിധത്തിൽ എത്രയോ പിന്നിലേക്ക് പോകണം. കാരണം അവിടെ ഇതുപോലെ അവിടെ കാണാൻ കഴിയില്ല. അവിടെ ലക്ഷങ്ങളുടെ തവാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തവാഫിന്റെ ഇടയിലാണ് നമ്മുടെ തവാഫ് പൂർത്തിയാക്കി 2 റക്അത്ത് നിസ്കാരം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നിലേക്ക് പോവുക. തിരക്കൊഴിഞ്ഞ് കാത്തുനിന്നിട്ട് കാര്യമില്ല. കഴിയുന്നത്ര ഒഴിവുള്ള സ്ഥലം കണ്ടെത്തിയാൽ ആ ഒഴിവ് സ്ഥലത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ അവിടെ ഒന്ന് വല്ല സുജൂദ് ചെയ്യാനുള്ള ഒരു സ്ഥാനം അവിടെ കിട്ടി എന്ന് ഉറപ്പ് വന്നാൽ ഉടനെ എന്നൊന്ന് പറയാം. ഈ ഒരു ആയത്തിന്റെ ഭാഗം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്നൊന്ന് പറയുക. അതിനുശേഷം അല്ലാഹു അക്ബർ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കും. സാധാരണ നമസ്കാരം തന്നെ. 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതി നമസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക. അൽഹംദുലില്ലാഹ് തവാഫ് പൂർത്തിയായി കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ പുസ്തകം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിലിതൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിൽ പോകുന്ന സമയത്തും പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പേഴ്സിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ഒരു കൈപുസ്തകം ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തരും. അതിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തവാഫും നിസ്കാരവും കഴിഞ്ഞ് പിന്നെ നമുക്ക് നബി ചെയ്തത് സംസം കുടിക്കുക എന്നുള്ളതാണ്. സംസമിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. ആ സംസമിന്റെ ശ്രേഷ്ഠത നമ്മൾ പഠിക്കണം. സംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിബ മിൻഹു വസബ്ബ അലാ റഅസിഹി. നബി അത് കുടിച്ചു. കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖവും തലയൊക്കെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ആ വെള്ളമാക്കി. അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. വസബ്ബ അലാ റഅസിഹി, തലയിലൊക്കെ കുറച്ചാക്കി ആ വെള്ളം. കാരണം അത്രയും ആ ഒരു അനുഗ്രഹീതമായ വെള്ളം. പക്ഷെ പലരും അതിനെ പുച്ഛമായി കാണുന്നുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യും. അങ്ങനെ സംസം നമുക്ക് കുടിക്കാം. നല്ല കൂള് തണുപ്പുള്ളതുണ്ടാകും. മറ്റ് കാലാവസ്ഥ പ്രയാസം ഉണ്ടാക്കുമെങ്കിൽ തണുപ്പ് കുറഞ്ഞത് അവിടെ എന്തെങ്കിലും കുറച്ച് നീങ്ങിയാൽ തണുപ്പ് കുറഞ്ഞ വെള്ളം അത് നമ്മൾ കുടിക്കും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നേരെ സഅയ് ചെയ്യുക എന്നുള്ളതാണ്. സഅയിലേക്ക് പോകുമ്പോഴും നമ്മൾ ഹജറുൽ അസ്വദിന്റെ ഏകദേശം ആ കോർണറിലൂടെയാണ് നമ്മൾ പോകുന്നതിന്റെ നേരെ നമ്മൾ ഹജറുൽ അസ്വദിന്റെ അതിൽ കൂടി നടന്നു പോവുകയാണ്. ഒന്ന് കൈയുയർത്തി അല്ലാഹു അക്ബർ എന്ന് പറയും. തവാഫിന്റെ ഓരോ ചുറ്റിലും നമ്മൾ അതിലൂടെ എത്തുമ്പോൾ കൈ ഉയർത്തുക, അല്ലാഹു അക്ബർ എന്ന് പറയണം. ചിലരൊക്കെ ഇങ്ങനെ അല്ലാഹു അക്ബർ ആവാഹിച്ച് കാണാം. ചിലരിങ്ങനെ കാണിക്കുന്നതിനൊക്കെ പലതും കാണും. അപ്പൊ അതോ ഇങ്ങനെ ഉണ്ടേക്കോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. കഅബയുടെ ഹജറുൽ അസ്വദിന്റെ മൂലയിലെത്തുമ്പോൾ വലത്തെ കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. ഇനി നമ്മൾ സഫയിലേക്കാണ് പോകുന്നത്. സഫ മർവ 2 കുന്നുകളായിരുന്നു പഴയ കാലത്ത്. ഇന്ന് അത്രമാത്രം വലിയ കുന്ന് അനുഭവപ്പെടുന്നില്ലെങ്കിലും കുറെയൊക്കെ കൃത്രിമമായിക്കൊണ്ട് അതിനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ തവാഫ് സഅയ് ചെയ്യാൻ വേണ്ടി സഫയുടെ അടുത്തേക്ക് അടുക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 158ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം നമ്മൾ പറയുക. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സൂറത്തുൽ ബഖറയിലെ 158ാമത്തെ ആയത്ത്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന് ഓതുക. മുഴുവൻ കിട്ടുമെങ്കിൽ മുഴുവൻ ഓതാം. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ തതവ്വഅ ഖൈറൻ എന്ന് പറയുന്ന ആ ഒരു ആയത്ത് മുഴുവനായിക്കൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ മുഴുവനായിക്കൊണ്ട് ചൊല്ലാം. പിന്നെ നമ്മൾ കഅബയിലേക്ക് തിരിയുക. നമ്മൾ സഫയിലേക്ക് കയറി എന്നിട്ട് കഅബയുടെ നേരെ തിരിയുക. ആ കഅബയുടെ നേരെ തിരിഞ്ഞ് കൈകൾ ഉയർത്തുക. കഅബയുടെ നേരെ തിരിഞ്ഞ് കൈകൾ ഉയർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസബൽ അഹ്സാബ വഹദഹു എന്ന് പറയുന്ന അത് നമ്മൾ പൂർണ്ണമായും കൊണ്ട്, അതായത് ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുക. അതിന്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹുവോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്താണോ ഓരോരുത്തരുടെ ആവശ്യം അത് പ്രാർത്ഥിക്കുക. ഒരാള് മകളുടെ പ്രസവവേദന അല്ലെങ്കിൽ മകളെ പ്രസവിക്കാൻ അവിടെ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്ന് അറിയുമ്പോഴാണ് അവരുടെ ഹജ്ജിലേക്ക് അവർ പ്രവേശിക്കുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ആ കാര്യം എനിക്ക് ഏറ്റവും ഗൗരവത്തോടു കൂടി പറയാനുള്ളത്. അതല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിലാണ്, അതല്ലെങ്കിൽ നാട്ടിലെ വേറെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ ദുരന്തം. അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ പറയാം. അതിന് അറബി അറിയില്ലല്ലോ, അറബി അറിയണ്ട, പ്രാർത്ഥിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന എന്നുള്ളത് ഒരുപക്ഷേ ചുണ്ട് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമുക്കവിടെ കൈകൾ ഉയർത്തി നമുക്ക് അറിയുന്നത് നമ്മുടെ മനസ്സിൽ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ ഉള്ളത്, അല്ലാഹു ഹാജിമാരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ചെയ്യും, ഉംറ ചെയ്യുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു സമയമാണ് എന്ന മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ ചെയ്യും. 3 പ്രാവശ്യം അത് കഴിഞ്ഞ് നമ്മൾ നേരെ സഫയിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് അബ്ദഉ ബിമാ ബദഅല്ലാഹു ബിഹി എന്നൊന്ന് പറയാം. അബ്ദഉ ബിമാ ബദഅല്ലാഹു ബിഹി. സഫയിൽ നിന്ന് സഅയ് ആരംഭിക്കുമ്പോൾ അബ്ദഉ ബിമാ ബദഅല്ലാഹു ബിഹി, അല്ലാഹു തുടങ്ങിയതുകൊണ്ട് ഞാനും തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ മർവയിലേക്ക് നടക്കും. ആ മർവയിലേക്ക് നടക്കുമ്പോൾ ഇഷ്ടമുള്ളത് ദുആ ചെയ്യാം. മർവയിലേക്ക് നടക്കുമ്പോൾ പച്ച നിറവും പച്ച ലൈറ്റുമുള്ള കുറച്ച് സ്ഥലമുണ്ട്, ബത്തുൽ വാദി എന്ന് പറയും. ആ സ്ഥലത്തെത്തുമ്പോൾ പുരുഷന്മാർ അല്പം ഒന്ന് സ്പീഡിൽ ഓടുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിനിധി ഹാജറ ബീവി പണ്ട് ഓടിയിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് പുരുഷന്മാർ മാത്രം ഓടുക, പ്രത്യേകമായി അവിടെ വിക്രികളൊന്നുമില്ല. അങ്ങനെ മറുവയിൽ എത്തിക്കഴിഞ്ഞാൽ മറുവയിൽ നിന്നും കഅബയിലേക്ക് തിരിഞ്ഞ് നേരത്തെ നമ്മൾ സഫയിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളത് പ്രാർത്ഥിക്കുക. മറുവയിൽ വെച്ചും നമുക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. പക്ഷെ ഞാനിപ്പോൾ മറുവയിൽ നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമെങ്കിലും കഅബ കാണാൻ കഴിയില്ല. കാരണം അവിടൊക്കെ പുതിയ കെട്ടിടങ്ങളുടെ എക്സ്പെൻഷനും മറ്റൊക്കെ വന്നതുകൊണ്ട് കഅബ കാണാൻ കഴിയില്ല. പക്ഷെ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് കഅബ. അപ്പൊ അതുകൊണ്ട് തന്നെ മറുവയിലെത്തി കൈകൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞ ആ 3 പ്രാർത്ഥന 3 പ്രാവശ്യം. അത് കഴിഞ്ഞ് നേരെ മറുവയിൽ നിന്ന് സഫയിലേക്ക് വീണ്ടും മടങ്ങുക. സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ 1, മറുവയിൽ നിന്ന് സഫയിലേക്ക് എത്തിയാൽ 2, അങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. ആ നിലക്ക് 7ാമത്തത് പൂർത്തിയാക്കുക മറുവയിലായിരിക്കും. ആ മറുവയിൽ വെച്ച് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സഅയ് 7 വട്ടം പൂർത്തിയായി കഴിഞ്ഞു. അതോടുകൂടി ഉംറ അവസാനിച്ചു. പക്ഷെ ഉംറ അവസാനിച്ചാൽ ആ ഉംറയിൽ നിന്ന് മോചിതനാകുന്നത്, തഹല്ലുലാകുന്നത് മുടിയെടുത്തുകൊണ്ടായിരിക്കണം. പുരുഷന്മാർ മുടി കളയുക, അവിടെ തന്നെ കളഞ്ഞോളുന്നില്ല. നമ്മുടെ റൂമിലെത്തി മുടി കളയുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയുടെ പിന്നിൽ നിന്നൊരറ്റം എടുത്ത് 1 സെന്റിമീറ്റർ നീളത്തിൽ മുടിക്കെട്ട് ഒന്നാമത് നമ്മൾ കൂട്ടിപ്പിടിച്ച് ഏറ്റവും തുമ്പ് അതിന്റെ അറ്റം 1 സെന്റിമീറ്റർ നീളം മുറിച്ച് കളയുക. അവിടെ നിങ്ങൾക്ക് കാണാൻ ചുറ്റും ചില സുഡാനികളോ പാകിസ്ഥാനികളോ ഒക്കെ അവര് റിയാലയും പറഞ്ഞ് കത്തിരിയേറ്റ് നിൽക്കും. നമ്മൾ തകർന്ന് കാണിച്ചു കൊടുത്താൽ അവിടുന്ന് ഇവിടുന്ന് ഓരോ മുടി എടുക്കും. 2 റിയാൽ കൊടുത്താൽ മതി. പക്ഷെ അത് ചെയ്യിക്കരുത്. മുടി എടുക്കുക എന്ന് പറയുന്നത് പുരുഷന്മാർ മുടി കളയുക തന്നെ ചെയ്യുക. കാരണം ഹജ്ജിനോട് ഏറ്റവും അടുത്ത സമയത്താണെങ്കിലും 4-5 ദിവസം ബാക്കിയുണ്ടെങ്കിൽ മുടി കളയാം. പിന്നെ ഹജ്ജ് 10-ന് വീണ്ടും മുടി കളയുകയും ചെയ്യുക. അപ്പോഴേക്കും മുടി വീണ്ടും വരും. അതുകൊണ്ട് തന്നെ മുടി കളയുക. കളഞ്ഞവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അർഹമിൽ മുഹദ്ദിഖീൻ അല്ലാഹുമ്മ അർഹമിൽ മുഹദ്ദിഖീൻ എന്നിങ്ങനെ 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു വെട്ടിയവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നബി പറഞ്ഞാൽ വെട്ടിയവർക്കും കിട്ടട്ടെ എന്നോ. അപ്പൊ മുടി വെട്ടുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. വെട്ടിയാ മതിയാവായൊന്നുമില്ല. പക്ഷെ വെട്ടുക എങ്ങനെ വെട്ടണം? തലയുടെ എല്ലാ ഭാഗത്തും മോനോട് പറയണം പോയി മുടി വെട്ടിച്ചു പാടാന്ന് പറഞ്ഞാൽ അവൻ നേരെ റൂമിൽ പോയി കത്തിരി എടുത്ത് 1-2 മുടി മുറിച്ചാൽ മുടി വെട്ടിച്ചവനാവുക. അപ്പൊ എന്ത് വേണം? നമ്മൾ മുടി ചെറുതാക്കുക. എല്ലാ ഭാഗത്തു നിന്നും മുടി ചെറുതാക്കി വെട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൂർണ്ണമായ രൂപം നിങ്ങൾ ഹജ്ജും ഉംറയും പൂർണ്ണമായ രൂപത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ പൂർണ്ണത നമുക്ക് കിട്ടണമെങ്കിൽ മുടി കളയുക പുരുഷന്മാർ. സ്ത്രീകൾ മുടിയുടെ അറ്റം അല്പം വെട്ടുക. അതോടുകൂടി നമുക്ക് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാം. അയാൾ പൂർണ്ണമായ നിലക്ക് ഉംറ ചെയ്തു. ചിലർക്ക് തെറ്റിദ്ധാരണുള്ളത് രാത്രിയിൽ
അയാള് ഉംറ പൂർത്തിയാക്കി, രാത്രിയിൽ ഉംറ കഴിഞ്ഞു. അപ്പൊ ഉംറ കഴിഞ്ഞല്ലോ, ഇനി അയാൾക്ക് ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല, മുടി രാവിലെ കളയാം എന്നുള്ള റൂമിൽ പോയി ചാട്ടിട്ട് അത് പാടില്ല. അയാൾ ഇഹ്റാമിന്റെ വസ്ത്രം ഒഴിവാക്കുന്നത് മുടി കളഞ്ഞതിന്റെ ശേഷം അല്ലെങ്കിൽ വെട്ടിയതിന്റെ ശേഷമായിരിക്കണം. അതല്ലാതെ രാത്രി ബാർബർ ഷാപ്പിൽ പോകുമ്പോൾ അതൊരു പൊന്തികേടാണ്. നമുക്ക് ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി അയാൾ കരുതി ധരിച്ച് ഷർട്ട് ധരിച്ച് തലൊന്നാകെ മൂടിക്കിടന്ന് ഉറങ്ങി, അത് പാടില്ല. അയാൾ എന്ത് ചെയ്യണം? അയാൾ ഇഹ്റാമിന്റെ വസ്ത്രത്തിലേക്ക് വീണ്ടും മാറണം. എന്നിട്ട് ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നതിന്റെ ഫിദിയ നടത്തണം. തഹല്ലുലാകുന്നതിന്റെ മുമ്പ് അയാൾ ഡ്രസ്സ് മാറ്റി തുന്നിയ വസ്ത്രം ധരിച്ചു. അയാൾക്കുള്ള ഫിദിയ എന്താണ്? ഒന്നുകിൽ 3 ദിവസം നോമ്പ് നോക്കുക, അല്ലെങ്കിൽ 6 അഗതികൾക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ ആടിനെ അറുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം. പലരും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അറിയാതെ പലരും അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ കാര്യങ്ങൾ പഠിക്കുക, ചോദിച്ച് മനസ്സിലാക്കുക. ഏത് സമയത്തും ഹജ്ജിനോടനുബന്ധിച്ചായിരുന്നാലും അല്ലാത്ത നിലക്കും ഉംറയുടെ രൂപമാണ് ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി ഈ ഉംറയുടെ രൂപത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഹജ്ജിലേക്ക് പോകാം.